നമ്മൾ കൽപ്പാത്തിയിലാണ് നിൽക്കുന്നത്. ഞാനിങ്ങനെ ഒരു വെള്ള ഷർട്ടിട്ട ആളെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടു. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ഇവിടെ വരുമെന്ന്. ആലുവയിൽ നിന്ന് നേരെ കൽപ്പാത്തി രഥോത്സവത്തിലേക്ക് വന്നു. നേരത്തെ ചേലക്കരയെ കണ്ടായിരുന്നു. അപ്പോ ദ ഇലക്ഷൻ സ്ട്രാറ്റജി നൺ അതർ ദാൻ സി അൻവർ സാദത്ത് എംഎൽഎ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേരിന് ആദ്യമായിട്ടല്ലേ ജീവിതത്തിൽ? തീർച്ചയായിട്ടും നമ്മള് ഷാഫിയൊക്കെ പലവണ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കൽപ്പാത്തിയിലെ ഈ ഉത്സവം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ നിങ്ങളെയും കാണുന്നത് ഇവിടെ വെച്ച്. ആദ്യമായിട്ട് ഞാൻ ഈ തേരും ഈ ഇവിടുത്തെ ഈ ഇതിന്റെ ഉത്സവത്തിന്റെ ഒരു പ്രതീതി കാണുന്നത്. അയ്യോ, ഭയങ്കര വൈബാണ്. നമുക്കൊരു മനസ്സിന് വലിയൊരു സന്തോഷം, ഒരു കുളിർമയും തോന്നും. പോസിറ്റീവ് കറക്റ്റ്, പോസിറ്റീവ് എനർജി. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല ഇതുപോലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ നമ്മൾ പല പരിപാടി എടുക്കുമ്പോൾ, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ വന്നപ്പോ എനിക്ക് ഫീൽ ചെയ്ത്. ഇന്ന് ലാസ്റ്റ് ദിവസമാണല്ലോ. ഞങ്ങളിത് പറയായിരുന്നു, ഈ വീട്ടിലൊക്കെ അടച്ചിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പള്ളികൾ, അമ്പലങ്ങൾ, ചെറിയ ചെറിയ ഉത്സവങ്ങൾ. നമ്മൾ തൃശ്ശൂർ പൂരവും ആറ്റുകാൽ പൊങ്കാലയും ഗുരുവായൂരമ്പലവും അല്ലെങ്കിൽ ശബരിമലയും കൊണ്ട് പലപ്പോഴും നിർത്താനാ പതിവ് അല്ലേ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരണം. തീർച്ചയായിട്ടും ഇതിപ്പോ ഒരു അനുഭവമാണ്. സത്യം പറഞ്ഞ ഇപ്പൊ ഇലക്ഷന്റെ ഒരു ചാർജൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ വരാം. അപ്പൊ ഞാനിപ്പോ കുറെ ദിവസങ്ങൾ വന്നോന്നിருக்கு. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എന്റെ സഹപ്രവർത്തകർ നമുക്ക് ഇന്ന് പോയേ പറ്റുള്ളൂ, കാരണം ഇന്ന് ലാസ്റ്റ് ചിലപ്പോ ഇതൊരു ഇനി വരാനോ കാണാൻ സാധിച്ചില്ലെങ്കിൽ. പക്ഷെ ഇപ്പൊ തോന്നുന്നറിയാമോ, അടുത്തവണ വരാനുള്ള ഒരു മാനസികമായ ടെൻഡൻസി. ഒരിക്കൽ കൽപ്പാത്തി തേരിന് വന്നാൽ അടുത്ത തവണ ഒരു തവണ വന്നാൽ വീണ്ടും വരും എന്നുള്ളതാണ്. ഒരു തവണ വന്നാൽ വീണ്ടും വരും എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ബാധകമാണോ എന്നും കൂടി ഒരു ചോദ്യം ഉണ്ടല്ലോ. സ്ട്രാറ്റജിസ്റ്റ് ആണ്, അതുകൊണ്ടാണ് പാലക്കാടിന്റെ ചാർജ് കൂടിയുണ്ട് സി അൻവർ സാദത്ത് എംഎൽഎക്ക്. എങ്ങനെയാണ് പാലക്കാടിന് ഇപ്പോഴത്തെ അടുത്തൊരു സംശയമില്ല. ഇലക്ഷനിൽ ചോദിച്ചു അത് രാഹുൽ ജയിക്കും, യാതൊരു സംശയമില്ല. കാരണം വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു എല്ലാ ജനങ്ങളും അവിടെ. ഞാനിപ്പോ കുറെ വീടുകളൊക്കെ കയറിയിരുന്നു. എനിക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പലവരും ഞാനിപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ എന്നെ എല്ലാവരും അറിയണമെന്നില്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെയുണ്ട് അഭിപ്രായം എന്നൊക്കെ ചോദിക്കും. വളരെ പോസിറ്റീവ്. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യും, ഞങ്ങൾക്ക് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഒരുപക്ഷെ എന്നെ എല്ലാവരും അറിയണമെന്നില്ലല്ലോ സ്വാഭാവികമായിട്ടും. ചിലർ ഐഡന്റിഫൈ ചെയ്യും, ചില ഐഡന്റിഫൈ ചെയ്യില്ല. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറം രാഹുലിനൊരു ഇഷ്ടമുണ്ട്. രാഹുൽ അറിയാലോ, സോഷ്യൽ മീഡിയയിലും അതുപോലെ സമരരംഗത്തൊക്കെ വളരെ സജീവമായി നിൽക്കുന്നു. അവിടെ ജാതിയോ മതമോ പ്രശ്നമല്ല രാഹുലിന്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം രാഹുലിന് വോട്ട് കിട്ടും, യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല. ചേലക്കര അറിയാലോ LDFന്റെ ഒരു സീറ്റാണ്. പക്ഷെ അവിടെ ഞങ്ങൾ കവർ ചെയ്യും. ഞാൻ അവിടെ പോയിരുന്നു. എനിക്കിവിടെ ഒരു ദിവസം ഞാൻ അവിടെ പോയിരുന്നു. പക്ഷെ ചേലക്കര നല്ല ജയിക്കാൻ നല്ല സാധ്യതയുണ്ട്, ജയിക്കുകയും ചെയ്യും ചേലക്കര. കാരണം ഒരു ഗവൺമെന്റിന്റെ ഒരു വികാരം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ആ വികാരം ജനങ്ങളുണ്ട്. നമ്മളൊക്കെ വീട് കയറിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ പാലക്കാട് വന്നാൽ കഴിക്കേണ്ട ഒരു ഭക്ഷണമുണ്ട്, എന്താണെന്നറിയോ? മറ്റേ എന്റെ പേര് മറന്നുപോയി. സേവ. ഇന്ന് രാവിലെ സേവ ഞാൻ കുറച്ച് കഴിച്ചു. ഇന്ന് ഒരു സേവ ഇന്ന് രാവിലെ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങൾ ഒരു സ്ഥലത്ത് കയറി രാവിലെ ഇഡ്ഡലിയും കഴിച്ചു, കുറച്ച് സേവയും കഴിച്ചു. അപ്പൊ സത്യം നമ്മുടെ അടുത്ത് നൂൽപുട്ടില്ലേ, അതിന്റെ വേറൊരു അതാണ് ഇതില്ല. ഞങ്ങളത് ഇടിയപ്പം എന്ന് പറയുന്നു. അതിവിടെ ഉണ്ട് താനും, പക്ഷെ അതിന്റെ വേറൊരു രൂപമായിട്ടാണ് കാണാൻ സേവ. അപ്പൊ ഇവിടെ പാലക്കാട് വന്നപ്പോ അതൊരു അനുഭവമാണ്. അപ്പൊ അനുഭവങ്ങളുമായിട്ട് യാത്ര തുടരുകയാണ്. താങ്ക് യു ശ്രീ അൻവർ സാദത്ത് എംഎൽഎ. നമ്മൾ കൽപ്പാത്തിയുടെ യാത്രക്കിടയിൽ കണ്ടതിലാണ് അൻവർ സാദത്ത് പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. കൽപ്പാത്തിയിൽ വന്നാൽ പിന്നെ അടുത്ത തേരിനും വരാൻ നിങ്ങൾക്ക് ഒരു ഉൾവിളി ഉണ്ടാവും. ആ ഒരു ഇൻസ്പിറേഷൻ വളരെ ശക്തമാണ്. പ്രേക്ഷകർക്ക് കാണാം ഇവിടെ വലിയ ക്യൂ ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ക്യൂ ഇങ്ങനെ നീളും. ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാനുള്ള ക്യൂ ആണ്. ഇന്ന് ഉച്ചയ്ക്ക് ടെമ്പിൾ അടയ്ക്കുവോ? ഉച്ചയ്ക്ക് അടയ്ക്കൂല. അപ്പൊ ഇന്ന് പൂർണ്ണമായിട്ടും